നമസ്കാരം പ്രിയ കൂട്ടുകാരെ. എന്നോട് പല കൂട്ടുകാരും പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ഒരു സംശയത്തിനുള്ളൊരു ഉത്തരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൊബൈലിലോ ക്യാമറയിലോ എടുത്ത കുറേ ഫോട്ടോസ് എഫക്റ്റുകൾ കൊടുത്ത് എങ്ങനെ ഒരു വീഡിയോ ആക്കി CD-യിലേക്ക് മാറ്റാം എന്നാണ്. നാം അത് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഞാൻ അതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് ഐസ്ക്രീം സ്ലൈഡ് ഷോ മേക്കർ എന്നാണ്. ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമുക്കിത് ഓപ്പൺ ആക്കിയാൽ കാണുന്ന യൂസർ ഇൻ്റർഫേസിൻ്റെ ഇതാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ നമുക്ക് തുടങ്ങുന്നത് ആദ്യം ആഡ് ഫോട്ടോ, ആഡ് ഫോൾഡർ. അത് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫോട്ടോസ്, ഓരോരോ ഫോട്ടോസായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ഫോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും ഒരു ഫോൾഡറിൽ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഫോട്ടോസും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയാണുള്ളത്, ഏതൊക്കെ ചെയ്തു എന്നുള്ളത്. അത് നമുക്ക് വേണ്ട, നമുക്കിപ്പോൾ നോക്കാം. ആഡ് ഫോൾഡർ, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഋതുനന്ദ എന്ന പേരിലൊരു ഫോൾഡർ സെലക്ട് ചെയ്ത് അതിൽ കുറച്ച് ഫോട്ടോസ് കിടപ്പുണ്ട്. അത് ആഡ് ചെയ്യുന്നതാണ് കാണിച്ചിരുന്നത്. ആ ഫോട്ടോസാണ് എനിക്ക് CD ആക്കി എടുക്കേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമുക്കിവിടെ ലെഫ്റ്റ് പെയിനിൽ ദൃശ്യമാവുന്നുണ്ട്. ഇതിൽ നമ്മൾ നോക്കാം, ഇവിടെ ഒരു ടൈം എന്നതിന് താഴെയായിട്ട് 3 സെക്കൻഡ് എന്നും ട്രാൻസിഷൻ എന്ന നിലയിൽ പിക്സലേറ്റ് എന്നാണ് കിടക്കുന്നത്. ഇപ്പുറത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസ്, അതായത് സ്ലൈഡ് ഷോയിൽ ആവശ്യമില്ലാത്ത ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ആവില്ല, സ്ലൈഡ് ഷോയിലേക്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഓരോ എഫക്റ്റുകളാണ്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഓരോ എഫക്റ്റുകൾ നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് പ്രത്യേകം വോളിയം അഡ്ജസ്റ്റ് ചെയ്താണ്. വോളിയം നമുക്ക് പ്രിവ്യൂ വരുമ്പോഴുള്ള വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഓരോ എഫക്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പിക്സലേറ്റ് എന്ന് പറഞ്ഞ ഒരൊറ്റ എഫക്റ്റ് മാത്രമായിരിക്കും ആ വീഡിയോയിൽ വരുന്നത്. നമുക്ക് മനസ്സിലായല്ലോ, പല പല എഫക്റ്റുകൾ. ഇവിടെ ടൈം, അതായത് ഒരു ഫോട്ടോ എത്ര സമയം ദൃശ്യമാണ് എന്നാണ് ആ സ്ലൈഡ് ഷോയിൽ നമ്മൾ എത്ര സെക്കൻഡ് കിട്ടണമെന്ന്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ ബാക്കിയുള്ള ഫോട്ടോസ് എല്ലാം, അതായത് ആദ്യത്തെ 3 എഫക്റ്റ് മാറ്റി കൊടുത്തു, ബാക്കിയുള്ളതൊക്കെ പിക്സലേറ്റ് എന്നതിലാണ് കിടക്കുന്നത്. ഇതുപോലെ കുറേ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നോരോന്ന് മാറ്റി നമ്മുടെ കൈ അടയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കതിന് എളുപ്പമുള്ളൊരു പരിപാടി കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ ഇതിന് ക്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എഫക്റ്റ് കൊടുക്കാനുള്ള ലിസ്റ്റിൽ കിടക്കുന്നത് ഇത് ക്ലിയർ ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ നിന്നും നമുക്ക് ടൈം മാറ്റുന്നതിന് ടൈം മാറ്റാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ടൈം വേണമെങ്കിൽ മാറ്റാം. കൂടുതൽ ടൈം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ ഫോട്ടോസും എത്ര സെക്കൻഡ് നമ്മൾ കാണണം എന്നാണ് ആ ടൈം ഉദ്ദേശിക്കുന്നത്. ട്രാൻസിഷൻ, ഇവിടെ പിക്സലേറ്റ് നടക്കുന്നത്, ഇത് നമ്മൾ റാൻഡം എന്നാക്കി കൊടുക്കുക. ഇവിടെ അല്ലാണ്ട് ബാക്കി എഫക്റ്റുകളൊക്കെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് റാൻഡം കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോളാം, നമ്മൾ ഫോൾഡർ വീണ്ടും ഋതുനന്ദ എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ റാൻഡം എന്നാണ് കിടക്കുന്നത്. അതായത് ഓരോ ഫോട്ടോസിനും സിസ്റ്റം, ആ ആപ്ലിക്കേഷൻ തന്നെ വ്യത്യസ്തമായ എഫക്റ്റുകൾ സെലക്ട് ചെയ്ത് കൊടുത്തോളും. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് നമ്മൾ മാറ്റി കൊടുത്ത് നമ്മൾ ബുദ്ധിമുട്ടണ്ട. ഓരോന്നിൻ്റെ എഫക്റ്റുകൾ സിസ്റ്റം തന്നെ കൊടുത്തോളും. മനസ്സിലായില്ല, ഓരോന്നിനും ഓരോ എഫക്റ്റാണ് ഇപ്പോൾ കിടക്കുന്നത്. അങ്ങനെ എല്ലാ ഫോട്ടോസിനും വ്യത്യസ്തമായ എഫക്റ്റുകൾ വന്നോളൂ. ഇനി നമുക്ക് അടുത്ത ഇതിലുള്ളത് മ്യൂസിക് ആഡ് ചെയ്യാം. അത് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഒരു പിക്ചർ മാത്രം ഇതുപോലെ സ്ലൈഡായിട്ട് മാറിക്കൊണ്ട് പോരല്ലോ വീഡിയോയിൽ. ഒരു മ്യൂസിക്കും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയാവുള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുകൊണ്ടാണ് ഇവിടെ സ്മാർട്ട് റൈറ്റ് എന്ന് കാണിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു സോങ് കൂടി ആഡ് ചെയ്യാം. ഇതുപോലെ ഏത് വേണമെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഉള്ള റെസല്യൂഷനാണ്. റെസല്യൂഷൻ എപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ പുതിയ ക്യാമറകളിലൊക്കെ എടുക്കുമ്പോൾ റെസല്യൂഷൻ കൂടിയ ഫോട്ടോസാണ്. അതുകൊണ്ട് നല്ല റെസല്യൂഷൻ കൊടുക്കുക. കാരണം നമ്മൾ CD-യിലാക്കി എടുത്താലും വീഡിയോ പ്ലെയർ, ഇപ്പോഴത്തെ VCD അല്ലെങ്കിൽ TV-കൾ, ഇതൊക്കെ HD സപ്പോർട്ടുള്ളതാണ്, അതായത് ഹൈ റെസല്യൂഷൻ. അപ്പോൾ കൂടുതൽ പിക്സൽ
നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്തിരി ടൈം എടുത്ത് ആയിരിക്കും വീഡിയോ ആയി മാറണമെങ്കിൽ തന്നെ റെസൊല്യൂഷൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയോടെ കൂടുതൽ ക്ലാരിറ്റിയോടെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് സ്കെയിൽ ടു ഫിറ്റ് എന്നുള്ളത് ഓരോ ഫോട്ടോസും സ്ക്രീനിൽ ഫിറ്റായിട്ട് വരണോ, അല്ലെങ്കിൽ ചില ഫോട്ടോസ് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ക്യാമറ വെച്ച് എടുക്കുമ്പോൾ ചിലത് ചെറിയ പിക്ചർ ഉണ്ടാകാം. അപ്പോൾ അത് ചെറുതായിട്ട് തന്നെ കാണണോ എന്നുള്ള ഇതും കൂടി നോക്കുന്നത്. ഇവിടെ ഒന്നും സെറ്റിങ്സ് ഒന്നും നമ്മൾ മാറ്റേണ്ടതില്ല. എന്നാൽ ഇനി ഇപ്പോൾ നമുക്കിവിടെ ബാക്കി ഇത്ര ഉള്ളൂ ഫങ്ഷനുള്ളൂ. അതിൻ്റെ പിന്നുള്ളത് സെറ്റിങ്സ് എന്നുള്ളതിലാണ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ ലിങ്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിങ്സിൽ ഒന്നുകൂടി നോക്കാം. സെറ്റിങ്സ് ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ മാറ്റാം. റെസൊല്യൂഷൻ ഇത് 650 800 എന്നൊക്കെ പറഞ്ഞാൽ പഴയതാണ്. ഇപ്പോഴത്തുള്ളത് നമുക്ക് 1024 തൊട്ട് മുകളിലേക്കുള്ള ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഓരോന്ന് മാറ്റി നമുക്ക് നോക്കാം. നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ അതനുസരിച്ച് 1024 നമുക്ക് കൊടുത്താൽ മതി, കുഴപ്പമില്ല. നല്ലൊരു റെസൊല്യൂഷനാണത്. 1250 വേണമെങ്കിൽ കൊടുക്കാം. HDക്ക് കൂടുതൽ സപ്പോർട്ടുള്ള ഒരു റെസൊല്യൂഷനാണ്. പിന്നെ ഇത് നമ്മൾ ഫയല്, അതായത് ഇത് MKV എക്സ്റ്റൻഷനിലാണ് സേവ് ആവുന്നത്. ആ ഫയല് നമ്മൾ ഏത് ഫോൾഡറിലേക്ക്, ഡെസ്ക്ടോപ്പിലേക്കാണോ മറ്റെവിടെയെങ്കിലും ആണോ വേണ്ടത് എന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡെസ്ക്ടോപ്പിൽ ഇത് എന്താണെന്നുള്ള ഫോൾഡറിലേക്ക് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു. ലാംഗ്വേജ് സെറ്റിംഗ് ആണ്, ഇതൊന്നും മാറ്റണ്ട. സ്പാനിഷൊക്കെ ആയിക്കഴിഞ്ഞാൽ വായിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടായി പോകും. പിന്നെ ഡീഫോൾട്ട് ഓഡിയോ സെറ്റിംഗ്, ഇത് വേണമെങ്കിൽ ഫെയ്ഡ് ഒക്കെ കൊടുത്ത് നമുക്ക് മാറ്റാം. സോങ്ങിൻ്റെ അവസാനം ഒരു ചെറിയ ഫെയ്ഡ് വരുന്ന രീതിയിലുള്ളതാണ്. അത് മാറ്റി നിർബന്ധമില്ല. സേവ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പ്രിവ്യൂ ആണെങ്കിൽ നോക്കാം. ഇവിടെ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓരോ ഇതും നമ്മൾ വീഡിയോ നിർമ്മിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രിവ്യൂ ഒക്കെ നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ ഫയൽ നെയിം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഞാൻ രതീഷ് ആർമേനോന്ന് ഫയൽ കൊടുത്തു, ഫയൽ നെയിം കൊടുത്തു. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഫയലുകൾ ആഡ് ചെയ്യുന്നു. ഓരോ സിംഗിൾ ഫോട്ടോസ് പല പല ഫോൾഡർ എടുക്കണം. വേറെ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ആഡ് ഫോട്ടോ എന്ന് മാത്രം സെലക്ട് ചെയ്യുക. ആഡ് ഫോൾഡർ ആണെങ്കിൽ ഒരു ഫോൾഡറുള്ള മൊത്തം ഫോട്ടോസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് സ്ലൈഡ് ആക്കി മാറ്റാം, അതായത് വീഡിയോ ആക്കി മാറ്റാം. പിന്നെ നമുക്ക് ഉള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെസൊല്യൂഷൻ, പിന്നെ സൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ്. ഇതിപ്പോൾ നമ്മൾ പ്രിവ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിത് വീഡിയോ ഫയൽ ആക്കണം. വീഡിയോ ഫയൽ ആകുമ്പോൾ MKV എന്നുള്ള എക്സ്റ്റൻഷനിലാണ് ഫയൽ സേവ് ആവുന്നത്. MKV ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ ക്രിയേറ്റ് ആവാണ്. MKV എന്നുള്ള ഫോർമാറ്റിലേക്ക് സേവ് ആവും. MKV ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നീറോ സോഫ്റ്റ്വെയറുകളോ, നീറോയുടെ ബേണിംഗ് ലൈറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, ഫ്രീ ആണ്. അല്ലെങ്കിൽ മറ്റു പല CD ബേണിംഗ് സോഫ്റ്റ്വെയറുകളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് CD യോ DVD യോ ആക്കി മാറ്റാവുന്നതാണ്. നോക്കാം. നമുക്കിതിപ്പോൾ റെൻഡറിങ് എന്ന് പറയും. നമ്മുടെ ഫയൽ, അതായത് വീഡിയോ ഫയൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 1-2 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കണം. 92% ഇതിൽ നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുകയോ പോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷനുകളുണ്ട്. ഇത് ക്രോസ് മാർക്ക് വീഡിയോ റെൻഡറിങ് വേണ്ട എന്നുള്ളതിൽ ക്ലോസ് ചെയ്യാം. പോസ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ പോസ് ഉപയോഗിക്കാം. വീഡിയോയുടെ സൈസ് നമ്മൾ കൂടുതൽ ക്ലാരിറ്റി കൂടിയ ഇമേജ് ഉപയോഗിച്ച സൈസ് കൂടും. കുറച്ച് ടൈം റെൻഡറിങ് ആയി ക്രിയേറ്റ് ആയി വരാൻ കുറച്ച് ടൈം കൂടുതലെടുക്കും. വീഡിയോ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ മെസ്സേജ് പോപ്പപ്പ് ആയിട്ട് വന്നു കഴിഞ്ഞു. ഇവിടെ ഓപ്പൺ ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ എവിടെയാണ് ക്രിയേറ്റ് ആയി കിടക്കുന്നതെന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ആയിക്കുന്നത് കാണാം. നമ്മൾ കൊടുത്ത ഫയൽ നെയിമിൽ തന്നെ ക്രിയേറ്റ് ആയി കിടപ്പുണ്ട്.
MKV എന്ന എക്സ്റ്റൻഷനിലാണ് ഇത് കിടക്കുന്നത്. ഞാനിപ്പോൾ ഇത് BS പ്ലെയർ എന്നാണ് ആപ്ലിക്കേഷൻ പറ്റാണ് ഓപ്പൺ ആക്കുന്നത്. ഇതുപോലെ ഒട്ടുമിക്ക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചും വീഡിയോ പ്ലെയറുകൾ, അതായത് നമ്മുടെ KM പ്ലെയറുകൾ, VLC പ്ലെയർ, അങ്ങനെയുള്ള പ്ലെയറുകളൊക്കെ ഉപയോഗിച്ച് MKV ഫോർമാറ്റിലുള്ള വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓരോ പിക്ചറും വരുന്ന ടൈം ഞാൻ കൊടുത്ത 3 സെക്കൻഡാണ്. ഇത് 3 കൂടുതൽ കൊടുത്താൽ വളരെ വൈകിയായിരിക്കും അടുത്ത ഫ്രെയിം വരുന്നത്. ഇനി നമുക്ക് ഈ ഫയൽ വേണമെങ്കിൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം. കൺവേർട്ട് ചെയ്തതിന് ശേഷം സൈസ് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്ലോഡ് കൊടുക്കാം.